ഇവിടെ മറ്റേ ഷൂട്ടിംഗ് സമയത്ത് അച്ഛനമ്മ എന്നെ കാണാൻ വരണ്ട, ആരും എന്നെ കാണരുത്, അഭിനയിക്കും ഒരാൾ എനിക്ക് വേണ്ട, ഞാൻ ഈ ക്യാരക്ടറല്ല, അത് ആ ടൈപ്പാണ്. സ്വന്തം തെറ്റ് മറ്റേ ആളുടെ തലയിൽ വെച്ച് വീട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട്. വീട്ടിൽ മറ്റേ ആൾക്ക് കിട്ടുന്ന വഴക്ക് കണ്ടിട്ട് അത് നോക്കി നിന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുണ്ട്. അഭിഷേകിന്റെ അനിയത്തിക്ക് വിട്ടാട്ടോ. ഇത് എന്റെ അടുത്ത് ഒരു പലവരും വന്നിങ്ങനെ വെറുതെ വന്ന് പറയാം. അപ്പൊ നമ്മളിങ്ങനെ അഭിഷേകിന്റെ പറഞ്ഞോ എന്നെ കുറിച്ച്. മാർക്കൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? 9th വരെ എനിക്ക് മാർക്ക് കൂടുതലായിരുന്നു. അപ്പൊ ഇവനെ ഇവളെ കണ്ട് പഠിക്കുന്നു പറഞ്ഞു. 10th ഇവന് മാർക്ക് കൂടുതല്. അപ്പൊ ഞാൻ ആരായി? ശശിയായല്ലേ? അതിന്റെ പിന്നാലെ ഒരു റീസൺ ഉണ്ട്. കൊനിഷ്ട് പറയുന്ന ടീച്ചർ ഉണ്ടാവില്ല, ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് എന്തോ പറഞ്ഞപ്പോ ഞാൻ ഒപ്പോസ് ചെയ്തപ്പോ, നീ ആരെയും ഇങ്ങനെ തർക്കുത്തരം പറയുന്ന അറിയോ, ടീച്ചേഴ്സിനെ ഇങ്ങനെയൊക്കെ ചെയ്യരുത്, അല്ലേലും നീയൊക്കെ പഠിച്ചിട്ട് എത്ര മാർക്ക് മേടിക്കും എന്നുള്ളത് എനിക്കൊന്ന് കാണണമല്ലോ എന്നുള്ളൊരു ഡയലോഗ് സ്റ്റാഫ് റൂമിൽ അത്ര ടീച്ചേഴ്സിന്റെ മുന്നിൽ വെച്ച് അടിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇതിനുള്ള ഉത്തരം ഞാൻ പിന്നെ തരാ ടീച്ചറെ എന്ന് പറഞ്ഞ് A+ കിട്ടിയപ്പോ ഒരു ലഡുവായിട്ട് ഇങ്ങനെ ടീച്ചറെ ലഡു എടുക്കും ആ വീട്ടിൽ പോയി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പം നെക്സ്റ്റ് ഒരു സെഗ്മെന്റ് ആണ് ഐ ഹാവ് നെവർ. ഓക്കെ, ഇത് അറിയാലോ. ഇപ്പൊ ഞാൻ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ സത്യം മാത്രമേ പറയാവൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നം എന്താ അറിയോ, ഞാൻ നോണ പറഞ്ഞ മുഖത്തറിയും. അറിയില്ല അല്ലെ? പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വന്തം തെറ്റ് മറ്റേ ആളുടെ തലയിൽ വെച്ച് വീട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട്. കുക്ക് ചെയ്തൊരു തെറ്റായിരിക്കും, പക്ഷെ ചേട്ടനാ ചെയ്തേന്നും പറഞ്ഞ് ഐ ഹാവ് നെവർ. പാവട്ടോ, അത് വെച്ചിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പറ, ഏതാ ചെയ്തേക്കണ? അങ്ങനെയല്ല, ഇതിപ്പോ അപ്പോട്ടനാ ചെയ്ത്, അത് അവൻ അങ്ങനെ ചെയ്ത്, പാന്റ് ഇത് കഴുകാത്ത അത് അവനാ അങ്ങനെ. പക്ഷെ ഞാനായിരിക്കും അതൊക്കെ ചെയ്തത്. വീട് കൊളവാക്കുന്നത് ഇവളായിരിക്കും. പക്ഷെ ഓക്കെ. ഹാവ് യു എവർ ലൈഡ് ടു പ്രൊട്ടക്ട് യുവർ സിബ്ലിംഗ്? ഐ ഹാവ്. ഏത് എപ്പോഴായിരുന്നു ഇത്? എക്സ്പ്ലനേഷൻ വേണ്ട. പിന്നെ ഒരൊറ്റ ചോദ്യമേ എത്ര വട്ടം ചെയ്തിട്ടുണ്ട്? കൊറേ വട്ടം ചെയ്തു. ഗേൾ ഫ്രണ്ടിന്റെ അടുത്തൊന്ന് രക്ഷിച്ചിട്ടുണ്ടോ? ചോദ്യം ഇവിടെ അതില്ലല്ലോ. ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ രക്ഷിക്കാല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീട്ടിൽ മറ്റേ ആൾക്ക് കിട്ടുന്ന വഴക്ക് കണ്ടിട്ട് അത് നോക്കി നിന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുണ്ട്. അത് ഈ ചില സമയത്ത് എനിക്ക് പണി തരുമ്പോഴേ പിന്നെ ആ പണി തിരിച്ച് അവൾക്ക് തന്നെ കിട്ടുമ്പോ ഞാൻ മറ്റേ സ്പൈഡർ മൂവിയില് ആ മൂടായിരിക്കും. ഇങ്ങനെ സോഫയിലേക്ക് ഇരുന്ന എന്താ രസം, കൊടുക്കും കേക്കട്ടെ എന്നൊക്കെ അല്ലേ. പക്ഷെ അതല്ലാതെയും ഉണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട്. ചില സമയത്ത് അവൻ എന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും, അങ്ങനത്തെ ഉണ്ട്. ചില സമയത്തൊക്കെ വഴക്ക് പറയുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്, എന്തിനാ അമ്മ കുക്കുവിനെ ഇങ്ങനെ വഴക്ക് പറയണേ? അതുണ്ട്. അപ്പൊ അമ്മ എന്താ പറയാറ്? ഇവ ചെയ്ത തെറ്റിന് അമ്മ ചീത്ത പറയുകയാണെങ്കിൽ ഐ ഹാവ്. ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് നോളജ് പ്രോപ്പർ ഇല്ലെങ്കിൽ ഞാൻ പറയും അമ്മ അത് അവള് ചെയ്തോളും. പ്രൊട്ടക്റ്റീവ് ആണ്. ഓക്കെ. പരസ്പരം വഴക്കിട്ട് ദിവസങ്ങളോളം മിണ്ടാതിരുന്നിട്ടുണ്ട്. പറയൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറ്റത്തില്ല കേട്ടോ, ഒരു സെന്റൻസ് എങ്കിലും പറയണം. അത് ഒരു സാഹചര്യത്തിൽ അക്ഷയ് കുമാർ കുറച്ച് വേറെ വേൾഡിലേക്ക് പോയി, മൾട്ടി യൂണിവേഴ്സിൽ പോയി. പിന്നെ ആ വേൾഡിൽ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് മാസങ്ങൾ എടുത്തു. വേറെന്തെങ്കിലും വിചാരിക്കട്ടോ, വേൾഡ് എന്നൊക്കെ പറയുമ്പോ മൾട്ടി അങ്ങനെ പറയാലോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പറയാലോ. നമുക്ക് എന്തോ മനസ്സിലാകാതിരിക്കാൻ അവരെന്തോ
അപ്പൊ അതിന് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. അങ്ങനെ ആ കുറച്ചു കാലം കുറച്ചൊരു ഉടക്കുണ്ടായിരുന്നു. അല്ല ഇവനോട് നല്ല എനിക്ക് ടോട്ടലി മൊത്തത്തിൽ അപ്പൊ കുക്കാണ് മിണ്ടാതിരുന്നത്. ഞാനായിട്ട് അങ്ങനെ മിണ്ടാതിരുന്നിട്ടില്ല. എത്ര മാസങ്ങളോളം പോയി? കുറച്ച് പോയി. മാസങ്ങളൊക്കെ പോയോ? അല്ലാണ്ട് ഞാൻ അറിഞ്ഞില്ല. വേറെ യൂണിവേഴ്സിലാണല്ലോ, അത് വേറെ അറിയില്ലല്ലോ. അറിഞ്ഞില്ല. ഇവിടുത്തെ ടൈം പീരീഡ് അവളുടെ ടൈം പീരീഡും വേറെയാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റേ ആളേക്കാൾ കൂടുതൽ ഫെയിം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ലൈക്ക് നമ്മുടെ ഇടയിലോ? നിങ്ങളുടെ അതെനിക്ക് തോന്നുന്നേ ഐ ഹാവ് നെവർ. ഓക്കെ, രക്ഷപ്പെട്ട ഞാൻ രക്ഷപ്പെടുമല്ലോ. ഞാൻ രക്ഷപ്പെട്ട അതെ അതെ, അതെനിക്ക് നിങ്ങളുടെ സംസാരിച്ച് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി. മറ്റേയാൾ അറിയാതെ ഒരു രഹസ്യം ഒരു രഹസ്യം അല്ലെങ്കിൽ സീക്രട്ട് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ അത് വരും. ചെയ്തിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു കുറച്ച് സ്പാൻ ആവുമ്പോ ഞാൻ പറയും. അപ്പൊ ചേട്ടൻ ചോദിക്കാം എന്താ എന്നോട് പറയാതിരുന്ന നേരം? ഇല്ല, ലൈക്ക് രണ്ടുപേരുടെ പാറ്റേണും ഡിഫറെന്റ് ആണ്. അപ്പോട്ടൻ അപ്പൊ നടക്കുന്ന കാര്യം അപ്പൊ പറയുന്ന ആളാണ്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കും, ഇതൊക്കെ നടന്നു കേട്ടോ, ഞാൻ കുഴിയിൽ വീണ് ലാസ്റ്റ് പ്ലീസ് ഒരു കൈ തരും. അതെപ്പോഴും അങ്ങനെയാണ്. ഒന്നിനും വഴക്ക് പറയില്ല, നീ എന്താ എന്നോട് നേരത്തെ പറയാതില്ല. അതെല്ലാം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെ പോയി പറയുന്നത്, രക്ഷിക്കുന്നത്. പിന്നെ ചീത്തയൊക്കെ പറയണെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് പോകത്തില്ല. അപ്പൊ എന്താ ഇവള് ഒരിക്കലും എന്നോട് പറയാറില്ല, ഇവളെല്ലാ പ്രാവശ്യം കുഴിയിൽ. എന്റെ മേലെ കുറച്ച് തെറ്റുണ്ട്. ലൈക്ക് നമ്മുടെ അടുത്ത് ഓപ്പൺ ആയി പറയണെങ്കിൽ നമ്മൾ ആ രീതിയിൽ നിൽക്കണം. അപ്പൊ എന്റെ ഒരു പെർസ്പെക്ടീവ് വെച്ച് എനിക്ക് അങ്ങനെ ഒരു പോയിന്റ് വരെ ഞാൻ ഭയങ്കര ചില കാര്യങ്ങളിൽ ഭയങ്കര വീക്കായിരുന്നു. ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ എന്റെ സൈഡ് ഭയങ്കര വീക്കായിരുന്നു. പിന്നെ ഞാനത് റിയലൈസ് ചെയ്തതിനു ശേഷം എന്റെ സൈഡ് ഞാൻ കുറച്ച് ശരിയാക്കി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരാൾ വന്നത് എന്തുകൊണ്ടാ പറഞ്ഞില്ല, അപ്പൊ അവരെന്താ അങ്ങനെ പറഞ്ഞില്ല നമ്മൾ വിചാരിക്കണം. പറയാൻ നമ്മൾ കംഫർട്ടബിൾ ആയി നമ്മൾ നിന്നിട്ടുണ്ടാവില്ല. പഠിപ്പിച്ച് വിട്ടിരിക്കുകയല്ല. ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലേ. വർഷങ്ങളായി കുറെ അടിയും തൊഴിയൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ സൈഡിന്ന്. അതുകൊണ്ട് ഭയങ്കര ക്ലിയർ കട്ടായിട്ട് നമുക്ക് മറുത്തൊന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ. നിനക്ക് എന്നോട് അസൂയാണോ എന്ന് പറയിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്? ഫണ്ണായിട്ട് നിനക്ക് എന്നോട് അസൂയായിട്ടല്ലേ നീ പറയാത്തതെന്നൊക്കെ? ഫണ്ണായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാം എന്നോട് അസൂയാണ്. കേൾക്കാറുള്ള ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. മറ്റുള്ളവര് വന്ന് എന്റെ അടുത്ത് അഭിഷേകിന്റെ അനിയത്തിക്ക് വിട്ടാട്ടോ, ഇത് എന്റെ അടുത്ത് പലവരും വന്നിങ്ങനെ വെറുതെ വന്ന് പറയാം. അത് അവളോട് പറഞ്ഞൂടെ, വെറുതെ ഒരാൾ പറയുമ്പോ ആണോ താങ്ക് യു ഞാൻ പറയാട്ടോ. നമ്മളിങ്ങനെ അഭിഷേകിന്റെ പറഞ്ഞോളൂ എന്നെ കുറിച്ച് അഭിഷേകിന്റെ അനിയത്തിക്ക് വിട്ടാട്ടോ താങ്ക് യു. ഇതുപോലെ ലൈക്ക് അപ്പോട്ടൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറയില്ല, ഇങ്ങനത്തെ കുറച്ച് ഹാൻസം ആണ് അങ്ങനെയൊക്കെ അതെ പെണ്ണുങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒന്നും അറിയിക്കാത്തതാ. അപ്പൊ ഞാൻ കുറച്ച് അസൂയപ്പെടാറുണ്ട്. അല്ല പരസ്പരം ഇപ്പൊ നമ്മള് നിന്റെ വയറോ നിന്റെ ഇവിടെ ഡബിൾ ചിഹ്നം എന്റെ കനിയനൊക്കെ അപ്പൊ ഞാൻ പറയും നിന്നെക്കാളും ഭംഗി എനിക്കുണ്ട്, നിനക്ക് അസൂയല്ലേ, അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ അങ്ങനെ ഇല്ല. ഞാൻ ഇതിനെ കുറിച്ച് അസൂയപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ഇവൻ ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നത് ഭയങ്കര ലൈക്ക് പക്കായിട്ട് കീപ്പ് ചെയ്യും. അത് കാണുമ്പോ എനിക്ക് ഇത്തിരി അസൂയ വരും. ഇതുപോലെ നീ എന്റെ എന്തെങ്കിലും അസൂയപ്പെടുന്നത് പറഞ്ഞോ? അങ്ങനെ എന്റെ ഭംഗി എന്റെ കഴിവ് മൂക്ക് ഭയങ്കര അതത്ര രസമില്ലല്ലോ തോന്നുന്നതാ. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല വരയ്ക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല നോസാ. എന്റെ ആണെങ്കിൽ മറ്റേ വലിയൊരു മൂക്കും അല്ലാട്ടോ എനിക്ക്. ശരി ഓക്കെ, എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഉത്തരം ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നു. എനിക്ക് വേണ്ട ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ അധികം തന്നിട്ടില്ല. ഓക്കെ, നിനക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പരസ്പരം? ഇല്ല, നമ്മൾ ഇല്ല മറ്റേ കോംബോ മോഡാ, ഒന്ന് കിട്ടിയ ഒന്ന് ഫ്രീ, രണ്ടുപേരും കൂടെ. ഈ മാർക്കൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പൊ അഭിഷേകിനാ കൂടുതലെങ്കിൽ കുക്ക് എങ്ങനെയാ? ഇങ്ങനെ അതൊരു ഫണ്ണാണ് കേട്ടോ സംഭവം. 9th വരെ എനിക്ക് മാർക്ക് കൂടുതലായിരുന്നു. അപ്പൊ ഇവളെ കണ്ടു പഠിക്കുന്നു പറഞ്ഞു. 10th ഇവന് മാർക്ക് കൂടുതല്. അപ്പൊ ഞാൻ ആരായി? ശശിയായല്ലേ? അല്ല അത് പറയരുത്, ഓപ്പണായി പറയാവോ? അതിന്റെ പിന്നാലെ ഒരു റീസൺ ഉണ്ട്. ബേസിക്കലി എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആരും
പറഞ്ഞു തരണ്ട തടസ്സം അല്ലെങ്കിൽ അങ്ങനെ ആവുന്ന ഇഷ്ടമല്ല. ഞാനൊരു പോയിന്റിൽ എന്റെ അച്ഛന്റെ അമ്മയോട് അച്ഛൻ പറയുന്നത് കേട്ടു. ഇങ്ങനെ അവൻ ഒരു ഇത്രയൊക്കെ പഠിക്കുള്ളൂ, എങ്ങനെയെങ്കിലും ഒരു അത്യാവശ്യം ഒരു പഠിച്ച് പാസ്സാവുന്ന രീതിയെങ്കിലും നാണം കെടുത്താത്ത രീതിയിലൊന്ന് മാർക്ക് എടുക്കാൻ അവനോട് ഒന്ന് പറയണേന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. അത് എനിക്ക് കൊണ്ടു. അതങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ പറയില്ല, എനിക്ക് പറ്റുന്ന പരിപാടിയാണേ, നമ്മൾ കൂടുതൽ അതിൽ കുറച്ച് ഫോക്കസ് ചെയ്യുമ്പോ അന്നാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. ഓക്കേ, അപ്പൊ മാസ് കാണിച്ചു 10th ഫുൾ A+. അതിനൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതിനൊരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരു സ്കൂൾ ലൈഫിൽ ഒരു തഗ്ഗടിച്ച ഒരു പരിപാടിയൊക്കെ സമയം പോകും, സമയം പോവും, അത്ര തഗ്ഗൊന്നും വേണ്ട. ഒരു ടീച്ചറെ നമ്മുടെ ഈ പറയുന്ന പോലെ ഇങ്ങനെ കൊനിഷ്ട് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടാവില്ല. അപ്പൊ ഒരു എന്തോ ഒരു കാര്യത്തിൽ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് അപ്പൊ ഞാൻ എന്തോ പറഞ്ഞപ്പോ, ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് എന്തോ പറഞ്ഞപ്പോ ഞാൻ ഒപ്പോസ് ചെയ്തപ്പോ, നീ ആരെ ഇങ്ങനെ തർക്കുത്തരം പറയുന്ന അറിയോ, ടീച്ചേഴ്സിനെ ഇങ്ങനെയൊക്കെ ചെയ്യരുത്, അല്ലേലും നീയൊക്കെ പഠിച്ചിട്ട് എത്ര മാർക്ക് മേടിക്കും എന്നുള്ളത് എനിക്കൊന്ന് കാണണമല്ലോ എന്നുള്ളൊരു ഡയലോഗ് സ്റ്റാഫ് റൂമിൽ അത്ര ടീച്ചേഴ്സിന്റെ മുന്നിൽ വെച്ച് അടിച്ചായിരുന്നു. പോരാത്തതിന് വീട്ടിൽ അച്ഛന്റെ ഈ ഒരു പ്രശ്നം, ഈ രണ്ട് സാധനവും കൂടെ. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇതിനുള്ള ഉത്തരം ഞാൻ പിന്നെ തരാ ടീച്ചറെ എന്ന് പറഞ്ഞ് 10th മറ്റേ ഫുൾ A+ കിട്ടിയപ്പോ ഒരു ലഡുവായിട്ട് ഇങ്ങനെ ടീച്ചറെ ലഡു എടുക്കും ആ വീട്ടിൽ പോയി കുറച്ച് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടായിരുന്നു. അഭിഷേക് നീ അന്ന് പറഞ്ഞ പോലെ തന്നെ, പറഞ്ഞ പോലെ തന്നെ. ഇത് മറ്റേ തമിഴ് പടമൊക്കെ കാണുന്നതല്ല, ആ മാസ് കളികളായിരുന്നു. ഞാൻ നല്ല എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം എന്ന് വെച്ചാൽ അത് ചെയ്യുക. അതെ, കുക്കു അങ്ങനെയാണോ? എന്തെങ്കിലും സാധനം ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണം തോന്നണം, കാര്യങ്ങൾ കുറച്ച് കുറവാണ്. അല്ല എനിക്ക് എങ്ങനെയാണെന്നറിയോ, എങ്ങനെ പറയാ, അത് ഭയങ്കര ഇവള് ഒരു കാര്യത്തിൽ ഭയങ്കര ഡീപ്പാ. ഭയങ്കര ഞാൻ എങ്ങനെ വെച്ചാൽ, എനിക്ക് എന്റെ അടുത്ത് ഒരാൾ ഇത് അറിയോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറയാൻ ഭയങ്കര, എനിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ലൈക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ശരി ഇടയ്ക്ക് ഒരു സ്വിച്ചിങ് ഉണ്ട്. കുറച്ചു കാലം അങ്ങനെയുണ്ട്. ചിലപ്പോ ചില സമയത്ത് ഒരാളും ചെയ്ത് ചില പുതിയ പരിപാടികളായിട്ട് വരും. എനിക്കിങ്ങനെ ഓരോ സമയത്ത് ഓരോ മൂടാ. ഇപ്പൊ എനിക്ക് കുറച്ച് സമയത്ത് ഞാൻ വായിക്കും, കുറച്ച് സമയത്ത് ഇങ്ങനെ പെയിന്റ് ചെയ്യണമെന്ന് ചെയ്യും, ഇപ്പൊ ഇത് പഠിക്കണം കലാകാരിയായിട്ടുണ്ട്. പുതിയ എടുത്ത് ഇങ്ങനെ പെയിന്റ് വരയ്ക്കും, ഇങ്ങനെ പുതിയതായിട്ട് വരച്ച എന്താ നമ്മൾക്ക് മാത്രമേ അറിയില്ല, പക്ഷെ വരയ്ക്കും, നല്ലതാ. ക്രിയേറ്റീവ് വരയാ, നമ്മളൊന്നും വിചാരിക്കുന്ന വരയൊന്നല്ല, നന്നായി വരയ്ക്കും. നമുക്ക് മനസ്സിലാവില്ല, മറ്റേ ആർട്ടിസ്റ്റിക് വരാ. മറ്റേ തോഴയല്ലേ മൂവിയിലെ കാർത്തിക് വരച്ച എന്താ മറ്റേ എത്ര ലക്ഷങ്ങൾ രൂപ ഇങ്ങനെ ഒരു സാധനം ഒളിഞ്ഞു കിടപ്പുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നല്ല സീരിയസ് ജേണറിൽ പോയിട്ട് എന്റെ വരുമ്പോ തോഴയൊന്ന് പെയിന്റിങ്. അതല്ല, ആർട്ടിസ്റ്റ് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ എപ്പോഴും നമ്മുടെ മനസ്സിലാവും. പിന്നെ ഇതുപോലെ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ റീസെന്റ് ആയിട്ട് ഒരു സാധനം എഴുതി എനിക്ക് വർക്കായി, നല്ല സാധനമായിരുന്നു. സ്റ്റോറി അല്ല, കവിത പോലെ. അയ്യോ, അച്ഛൻ കവിയായിരുന്നു. നമ്മള് പണ്ട് നമ്മുടെ 10th ബുക്കില് ഒരു ഞാൻ പഠിക്കുമ്പോ എവിടെയോ കേട്ട് പരിചയമുള്ള ഒരു പേര്, ഞാൻ രാമന്റെ. പിന്നെ എനിക്ക് മനസ്സിലായത് എന്റെ സ്വന്തം അച്ഛന്റെ പേര്. മറ്റേ പണ്ട് വരില്ലേ മലയാളത്തിന്റെ ബാക്കിൽ പദ്യം വരില്ലേ, അതേപോലെ ഞാൻ ആധാർ കാർഡ് ഏതോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോ ഇപ്പൊ പഞ്ചായത്ത് ഓഫീസില്, അമ്മ ഈ ഫോട്ടോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എടാ നിന്റെ അച്ഛൻ, ഞങ്ങൾ ജനിക്കുന്നതിന് മുന്നേ മരിച്ചു. അച്ഛനും അമ്മനും കല്യാണം മുമ്പേ മരിച്ചാണ്. അപ്പൊ അച്ഛനാണത്. ഓ ഹീസ് എ വെരി ബിഗ് ലെജൻഡ്. ആ മോഡായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. പരസ്പരം ഉപദേശിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. ഓക്കെ, എന്താണ് ഏറ്റവും കൂടുതൽ കുക്കുനെ ഉപദേശിച്ചേക്കുന്ന ഒരു കാര്യം? എന്താണ് തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ മാറ്റാനല്ല, എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. മനുഷ്യന്മാർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്. ഹൗ ടു കൺട്രോൾ നമ്മുടെ കയ്യിലിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, കുക്കു എന്താ തിരിച്ചു ഉപദേശിക്കാറ് ചേട്ടനെ? അല്ല, അവൻ ഇങ്ങനെ ഉപദേശിക്കുന്നത് പറയുമ്പോ ഡൗൺ ആവുന്ന സമയത്തൊക്കെ, പിന്നെ നമ്മള് ഒരു കാര്യം എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം. ബൗണ്ടറി നമ്മള് ആൾക്കാരോടാണെങ്കിലും കാര്യങ്ങളായിട്ടാണെങ്കിലും ബൗണ്ടറി ഇല്ലെങ്കിൽ നമുക്കത് തിരിച്ച് പണി കിട്ടും. അപ്പോ അത് അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷൻസിൽ ഞാൻ പറയാം, എഫേർട്ട് അധികമായിട്ട് അത് അവന് പണി കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും സങ്കടം ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോ ആദ്യം വിളിക്കുന്ന കുക്കുവിനെയാണോ അതോ അപ്പുവിനെ തന്നെയാണോ?
കുറച്ച് കാര്യങ്ങൾ ബാസുറുതി എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. കുക്കു ഇപ്പൊ ചെന്നൈയിൽ ഇപ്പം എന്താണ് ലൈക് ആക്ടിങ് റിലേറ്റഡ് ആണോ അവിടെ സെറ്റിൽഡ് ആയിരിക്കുന്നത്, അതോ എന്തെങ്കിലും സ്റ്റഡീസും കൂടുതൽ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, സ്റ്റഡീസ് കൊണ്ടുപോകുന്നില്ല. അല്ലാതെ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് ഇതല്ലാതെ അക്കാഡമി അല്ലാതെ പിന്നെ തിയേറ്റർ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ അവിടുത്തെ പരിപാടികളൊക്കെ അവിടെ ചേട്ടൻ ഇവിടെ എറണാകുളം. ഓക്കെ. ഇവിടുത്തെ കല്യാണി, രഞ്ജിനി ചേച്ചി, നിങ്ങൾക്കൊരു നല്ലൊരു ഗ്യാങ് ഉണ്ടല്ലോ, ലൈക്ക് നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള നല്ല അടിപൊളി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടമുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഇപ്പൊ അഭിഷേകം ഉള്ളത്. സോ രഞ്ജിനി ചേച്ചിനെ പറ്റി പറയാം. ചേച്ചി കൈൻഡ് ഓഫ് എന്റെ ചേച്ചിയാണ് ഇവിടെ. ബിക്കോസ് ഞാനിവിടെ കൊച്ചിയിലേക്ക് വരുന്നതിന്റെ മേജർ റീസൺ രഞ്ജിനി ചേച്ചിയാണ്. അപ്പൊ ഞാനിവിടെ റിയാലിറ്റി ഷോ ചെയ്ത സമയത്ത് ചേച്ചിയാണ് എന്നെ എടാ വാ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ എനിക്ക് പണ്ട് മുതലേ റിയാലിറ്റി ഷോസ് കുറച്ച് ട്രോമയാ, കുറച്ച് അപ്പൊ എനിക്ക് വലിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി പറഞ്ഞപ്പോ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഓക്കെ ഫൈൻ ചെയ്യാം. നേരത്തെ ചെറുപ്പത്തിലെ ഇങ്ങനെ റിയാലിറ്റി ഷോ വേണ്ട ടോപ്പിക്ക് വിട്ടേര്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വളരെ വർഷങ്ങൾക്ക് ശേഷം വരുന്നു. അപ്പൊ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. പിന്നെ എന്റെ ഇപ്പോഴുള്ള ഈ കോലം അല്ല. അപ്പൊ അന്ന് ബാക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആയി ഭയങ്കര ഡൗൺ ആയി. ഒരു 98 കിലോ 95 കിലോ ഹെവി ബൾക്കായി. അങ്ങനെയുള്ള ഒരു പേഴ്സണെ വെച്ച് പുള്ളിക്കാരി ട്രസ്റ്റ് ചെയ്ത് ഒരു റിയാലിറ്റി ഷോ നമ്മൾ ചെയ്ത് പിന്നെ കൂടെ നിന്ന് ലിറ്ററലി എന്റെ എല്ലാ കാര്യങ്ങളും ഒരു ചേച്ചിയെ പോലെ നിന്ന് എടാ അത് ചെയ്യല്ലേ പറഞ്ഞാൽ ചെയ്യല്ലേ, അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ അവനെന്തോ ആയിക്കോട്ടെ എന്നല്ലാണ്ട് അങ്ങനെ ഭയങ്കര കൺസേൺ എടുത്ത് പിടിച്ചു നിർത്തിയ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ അല്ലായിരുന്നു എന്റെ ഒരു അറിവിൽ ആ ഒരു റിയാലിറ്റി ഷോ കാരണം എനിക്ക് ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ട് കിട്ടിയ ഒരു പേഴ്സൺ. എനിക്ക് തോന്നുന്നു കുറച്ച് അറിയാവുന്ന ഒരു സർക്കിൾ അല്ലെ, ഫുൾ ഡാൻസിന് ഇഷ്ടപ്പെടുന്നതും ആർട്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട്. പിന്നെ ഇപ്പൊ കല്യാണി വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് ആന്ന് പറഞ്ഞു. കല്യാണിയും നല്ലൊരു ആക്ടറാണ്. കല്യാണിയുടെ ഫാമിലി ആയാലും ബിന്ദു ചേച്ചി ആയാലും ഫാദർ ആയാലും എല്ലാരും നല്ല. അപ്പൊ ആ ഒരു ഫാമിലി ആയിട്ടുള്ള ജെല്ലും കാര്യങ്ങളും എങ്ങനെയാണ്? ഞാൻ അതീ പറഞ്ഞ പോലെ എനിക്ക് പണ്ട് മുതൽ നമുക്ക് എന്റെ ഒരു ക്ലോസ് സർക്കിൾ എന്ന് പറഞ്ഞ കുറവാ. അപ്പൊ ഞാൻ എപ്പോഴും നോക്കുമ്പോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എനിക്ക് എപ്പോഴും വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എഫേർട്സ് ഉണ്ടാവില്ലേ, നമ്മൾ മറ്റേ പണ്ട് മുതൽ എല്ലാവർക്കും വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് പൊതുവേ കിട്ടുന്നത് എനിക്ക് കുറച്ച് കുറവായിരുന്നു. ഓപ്പോസിറ്റ് പേഴ്സന്റെ പ്രയോറിറ്റി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവന്റെ ഫസ്റ്റ് ലിസ്റ്റ് മേ ബി ഞാൻ ഉണ്ടാവില്ല. അത് നമുക്ക് അവരുടെ ആക്ടിവിറ്റീസിന് വിസിബിൾ ആയിരിക്കും. പിന്നെ അതൊരു പോയിന്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്താണ്. പക്ഷേ ഇവിടെ ഓക്കെ there is someone for you, ലൈക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് ഡൗൺ ആയി നിൽക്കുമ്പോ അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും ഓക്കെ എനിക്ക് വേണ്ടി ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കല്ലു ആസ് എ ഗുഡ് ഫ്രണ്ട്. പിന്നെ അതേപോലെ സായിച്ചനും ബിന്ദമ്മയും. ഇപ്പൊ ഞാൻ മോസ്റ്റ്ലി അവരുടെ വീട്ടിലായിരിക്കും. ഇപ്പൊ എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വിശക്കൊന്നുണ്ട്, ഞാൻ കുക്ക് ചെയ്താ കഴിക്കും. അപ്പൊ എനിക്ക് ഹോംലി ഫുഡ് പെട്ടെന്ന് നല്ലോണം വേണം പറയുമ്പോ ബിന്ദമ്മ എന്താ അവിടെ പരിപാടി, ബിന്ദമ്മ നല്ല ചെമ്മീൻ റോസ്റ്റ് എനിക്കിഷ്ടമാണ്, ഉണ്ടാക്കും, നേരെ അവിടെ പോവും കഴിക്കും. ലൈക്ക് അങ്ങനെ ഒരു ഫാമിലി, ഒരു നമുക്ക് അവിടെ പോയി കഴിഞ്ഞാ കസിൻസ് ഒക്കെ നമ്മള് ഞാനും അപ്പൊ ലൈക്ക് ആർട്ടിസ്റ്റ് മോഡ് നമ്മൾ ഇങ്ങനെ സായിച്ചൻ ബിന്ദമ്മ അങ്ങനെ പോകുന്നു. പക്ഷെ അങ്ങനത്തെ ശരിക്കും അമ്മ ഫീൽ അച്ഛൻ ഫീൽ അങ്ങനെ ഒരു ബിന്ദമ്മയൊക്കെ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം. സിനിമ ടോപ്പിക് ഒന്നും ഇല്ല അല്ലെ? അങ്ങനെയല്ല, ഞാൻ ചോദിക്കും, ഞാൻ ഇതുപോലെ എന്ത് ചെയ്താലും ഞാൻ സായിച്ച ഒന്ന് നോക്കിട്ട് പറയോ ഇങ്ങനെ ബിന്ദമ്മ കൂടാ. ബിന്ദമ്മ മറ്റേ നമ്മുടെ അമ്മമാര് നോക്കുന്ന രീതിയിൽ പുള്ളിക്കാർ ഇങ്ങനെ ടെക്നിക്കലി ഒന്നും ഇല്ല. കൊള്ളാം നല്ല പരിപാടി. ബിന്ദമ്മ എന്താണ് ഈ ഓൺ സ്ക്രീനിൽ കാണുന്ന കുറെ ക്യാരക്ടറും ബിന്ദമ്മയുടെ ക്യാരക്ടർ നിറയെ എന്താ പറയാ ആ ഒരു ഇതില്ലേ പ്ലസന്റ് ആയിട്ടുള്ള ആ പരിപാടി. അതാണ് ബിന്ദമ്മ നാച്ചുറലി ഉള്ള സാധനം. ഇപ്പൊ ഈ കല്യാണി ഷെഫും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാനായിട്ട് എല്ലാം അറിയാം. അപ്പൊ ഷെഫ് ആയി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നല്ലൊരു കുക്ക് ആയോ? ഭയങ്കര അവിടെ കുക്ക് ചെയ്യും. പക്ഷെ ഇന്നേവരെ എനിക്ക് കുക്ക് ചെയ്യാൻ തന്നിട്ടില്ല. ഓംലെറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പക്ഷെ അവൾക്ക് അതിന്റെ മറ്റേ പരിപാടി അറിയാം. കുക്കിംഗ് ടൈം ഇത്രയാണ് ഓംലെറ്റിന്റെ. ഇതിന്റെ പിന്നെ അവളുടെ മറ്റേ ടൂൾസ് ഒക്കെ ഉണ്ട്, കത്തി പരിപാടിയൊക്കെ, വലിയൊരു ബാഗ്, ഇന്റർനാഷണൽ സാധനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ കാണിച്ചു തരും. ഇപ്പൊ ഞാൻ ഈ പരിപാടി ഒന്നും ഇല്ല. 10-12 കൊല്ലമായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട്. അപ്പൊ ഈ ബാച്ചലർ ലൈഫ് ആകുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് അധികം നമുക്ക് പറ്റില്ല. പിന്നെ ഒരു പോയിന്റ് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കുക്കിംഗ് ചെയ്യണം, ഞാൻ ഉണ്ടാക്കി അവർക്കും കൊണ്ട് കൊടുക്കും. ബിന്ദമ്മയ്ക്ക് അവർക്ക് കൊടുക്കും, ഇപ്പൊ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കും. കുക്കിംഗ് ഇഷ്ടം, ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇതേപോലെ ഇവള് ഷെഫാണെന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല.
ഒരിക്കൽ ഉണ്ടാക്കി തരുമെന്ന് ഞാൻ ചിലപ്പോ വിശ്വസിക്കുന്നു. ഇന്റർനാഷണൽ കുക്ക് ആയതുകൊണ്ട് കുറച്ച് അതെ, അതെ. ടൈം ഒക്കെ സമയം എടുക്കും. സമയം എടുക്കൂല. നമ്മൾ അങ്ങനെയൊന്നും ഇന്റർനാഷണലി പോയി പഠിച്ചിട്ടുള്ളവരൊന്നും അങ്ങനെ കുറച്ച് ടൈം എടുക്കും. കുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ആ. ഉണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കും, നല്ലതായിരിക്കും. ചില സമയത്ത് പാളാറുണ്ട്, പക്ഷെ ഉണ്ടാക്കുന്ന ഫുഡ് ചിലതൊക്കെ നല്ല ഫുഡാ. ഓക്കെ. അപ്പൊ കുക്കു നാളെ അപ്പം മാജിക് മഷ് റിലീസ് ആകാൻ പോവാണ്. നമ്മുടെ ഇന്റർവ്യൂ എന്തായാലും റിലീസിന് ശേഷമൊക്കെ ആയിരിക്കും അപ്ലോഡ് ആകാൻ പോകുന്നത്. സോ എന്താണ് തോന്നുന്നത്? അപ്പൊ നാളെ റിലീസ് ആകാൻ പോകുന്നു, നല്ലൊരു ബിഗ് ടീം, ചേട്ടൻ അച്ഛൻ അമ്മേനൊക്കെ കൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു, എന്താ ഇപ്പൊ തോന്നുന്നേ? ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷാണ്. ഇന്നലെ നമ്മള് വനിതാ മൊത്തം നടന്ന് പോസ്റ്ററൊക്കെ എവിടെയുള്ള അവിടെയൊക്കെ പോയി ഫോട്ടോ എടുത്ത് നമ്മൾ ആ മെട്രോന്റെ അവിടെ, അതൊക്കെ നമുക്കൊരു ഓരോ സിനിമകൾ കാണുമ്പോ എപ്പോ എല്ലാ സിനിമാ പ്രേമികൾക്കും അതുണ്ടാവും. അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ ഓരോ മെട്രോന്റെ അവിടെ പോയി നിന്നു, വനിതാ ഇന്ത്യയിൽ പോയി, പിന്നെ പോസ്റ്റേഴ്സ് കാണുന്നു, എല്ലാവരുടെയും ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്തു ഇന്നലെ നൈറ്റ് ഫുൾ. അത്രയും എക്സൈറ്റഡ് ആണ്. ലൈക്ക് ഉറങ്ങാനും ഒന്നും പറ്റുന്നില്ല. അതൊന്ന് റിലീസ് ആവുന്ന വരെ നമുക്ക് 1 മണിക്കൂറിൽ എന്തെങ്കിലുമൊക്കെ തോട്ടെ വന്ന് നമ്മൾ എണീക്കുക. അത്രയും എക്സൈറ്റഡ് ആണ്. ടെൻഷൻ ഉണ്ടോ? ലൈക്ക് എക്സൈറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ നാളെ റിലീസ് ആവാണല്ലോ. നമ്മളെ എന്ന് വെച്ചാൽ നമ്മളെ റിസൾട്ട് ഒക്കെ വരുമ്പോ ടീച്ചേഴ്സ് വിധിക്കുന്ന പോലെ ഇത് ജനങ്ങളാണല്ലോ കാണാൻ പോകുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടോ കുക്കുവിന്? ഇല്ല, എനിക്ക് ടെൻഷൻ അല്ല, എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. നമ്മൾ ഈ ടൂറൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകുന്ന പോലെ എക്സൈറ്റ്മെന്റും സന്തോഷമാണ്. ടെൻഷൻ ഇല്ല. ഇന്നലെ ഒരു പോസ്റ്ററിന് താഴെ ഇവിടെ നിന്നിട്ട് ഞാൻ ഇവിടുന്ന് കാറില്ല, ഇറങ്ങിയെടുക്കാൻ പറ്റില്ല, മെട്രോപൊളിറ്റൻ താഴെയല്ലേ, ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് വന്ന് പ്രശ്നമാക്കുമല്ലോ. അപ്പൊ ഞാൻ കാറിന്റെ ഉള്ളിരുന്ന് ഇവള് ഫോട്ടോ എടുത്തോണ്ടെങ്കിൽ ഇവള് ഇങ്ങനെ മേലെ നോക്കി നിൽക്കുക. 2 പേര് വന്നിട്ട് ഇവളോട് എന്താ ഇവിടെ നിക്കുന്ന, റോഡ് ക്രോസ് ചെയ്യാൻ ആണോ ചോദിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ ഇവള് എന്റെ പടവാ. അപ്പൊ അവര് അധികം നേരം നിന്നാ കുട്ടി പടവാൻ ചാൻസ് ഉണ്ട്. വണ്ടി വരുന്ന ശരി, ഞാൻ നോക്കണ കാര്യായിട്ട് റോഡിൽ കൂടെ പോകുന്ന എന്റെ പടാ. അപ്പൊ അവര് നടന്ന് അധികം നിക്കണ്ട, കുട്ടി പടവാ. എങ്ങനെയായിരുന്നു നാദൃശിക്ക ആ ടീമിന്റെ ഒപ്പമുള്ള എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര, നമുക്കിപ്പോ ബിഗിനർ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മള് ആഗ്രഹിക്കുന്ന അതിന്റെ ഉപരി ഒരു കംഫേർട്ട് തന്നൊരു ടീമാണ് മാജിക് മഷ്റൂംസിന്റെ. ഇപ്പൊ നാദൃശിക്ക ആണെങ്കിലും നമുക്ക് നല്ല സ്പേസ് തന്നിട്ടുണ്ട്. ലൈക്ക് ആക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ആ സെറ്റിലാണെങ്കിലും നമുക്ക് അഭിനയിക്കാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. നമുക്ക് അയ്യോ എന്താ പറയാൻ പാടോ സജഷൻസ് അങ്ങനെ അല്ലായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടായിരുന്നു വെച്ചത്. പിന്നെ സുജിത്തേട്ടന്റെ ഫ്രെയിംസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് എന്റെ ലൈക്ക് എൻട്രി ഷോട്ടൊക്കെ എടുക്കുമ്പോ മുത്തുച്ചിപ്പി പാട്ടൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോ നമുക്ക് ഐ വാസ് ലിവിങ് മൈ ഡ്രീംസ്. അത്രയും ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നെ ടീം മൊത്തത്തില് ഭയങ്കര രസമാണ്. ഫസ്റ്റ് സ്കെഡ്യൂളൊക്കെ പോകുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമായിരുന്നു. അപ്പൊ കൂടെ അഭിനയിച്ച കാസ്റ്റ് ആണെങ്കിലും, ഇപ്പൊ പൂജ ചേച്ചി ആണെങ്കിലും, മനീഷ് ചേച്ചി ആണെങ്കിലും, വിഷ്ണു ചേട്ടനാണെങ്കിലും, നത്താണെങ്കിലും, ഷമീർ ആണെങ്കിലും, ബോബിച്ചനാണെങ്കിലും, പിന്നെ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെക്കും. പിന്നെ സീനിയർ ആക്ടേഴ്സ് കുറെ സീനിയർ, ഹരിശ്രീ അശോകൻ സാർ ആണെങ്കിലും, ജാഫ്രിക്ക ആണെന്നുണ്ടെങ്കിലും, ജോണി ആന്റണി സാർ ആണെന്നെങ്കിലും, അങ്ങനെ ഒരു സീനിയർ ഗ്രൂപ്പ് ഉണ്ട്. സോ നമ്മൾ ഇത്ര കണ്ടു വളർന്ന ലൈക്ക് അത്രയും ആക്ടിങ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അങ്ങനെ ഒരു ടീമിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ലൈക്ക് ഡയറക്ഷൻ ടീമുണ്ട്, അവരൊക്കെ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര ടാലന്റഡ് ആയിട്ട്. അതായത് ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും പുതിയ ആളാണ്, കുറെ ഡ്രീംസുമായിട്ട് വന്ന ആൾക്കാരാണ് ആ സ്ക്രിപ്റ്റ് റൈറ്ററും അവരുടെ ടീമും. അവരെല്ലാവരും ഓരോ പടങ്ങള് ചെയ്യും, സൂണായിട്ട് ചെയ്യും. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള പീപ്പിൾ ആണ്. സോ I'm grateful for that, for everything. ഞാൻ ഇവിടെ സെറ്റിൽ പോയിട്ടില്ല ഒരൊറ്റ പ്രാവശ്യം. ബിക്കോസ് ഞാനിത് വാണ്ടഡ്ലി പോയിട്ടില്ല. ബിക്കോസ് എനിക്ക് ആ സിനിമ കാണുമ്പോൾ ആ റോനെസ് കിട്ടണം. ആസ് എൻ ഓഡിയൻസ് എനിക്ക് പക്ഷെ എനിക്ക് ഇവരുടെ ക്രൂ ആയിട്ട് അധികം ഇനീഷ്യലി പരിചയമില്ല. സ്ക്രിപ്റ്റ് കേൾക്കാൻ പോകുമ്പോൾ ഞാൻ കൂടെ പോയി കേട്ട് വന്നൊരു പരിചയമുള്ളൂ. അതിന് സിനിമ ഐ മീൻ ഫുൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവരൊക്കെ പരിചയപ്പെടുന്നത്. അപ്പൊ എനിക്ക് ഇവരുടെ ആ ഒരു ബോണ്ടും ഇവന്റെ ആ പരിപാടി എനിക്ക് ഭയങ്കര വർക്കായി. ലൈക്ക് ദേവർ ലൈക്ക് ഭയങ്കര കണക്ഷൻ ഇവര് തമ്മിൽ. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇവര് കുറെ എല്ലാവരും കുക്ക് ഇവിടെ കൊച്ചി എത്തിയവരൊക്കെ എന്റെ വീടെത്തും. അതിന്റെ സ്ക്രിപ്റ്റും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും എഡീസും അസോസിയേറ്റും എല്ലാ സൈഡിൽ നിന്നുള്ള എല്ലാവരും ഒരു 10 പേര് അടങ്ങാം എല്ലാരും വീടെത്തും. അപ്പോ പിന്നെയാണ് ഞാൻ അവരുടെ ആ ഗാങ്ങുമായിട്ട് ഞാൻ ജെല്ലാവുന്നത്. അപ്പൊ നല്ല പിള്ളേരാ, നല്ല കഴിവുള്ള പിള്ളേരാ. ചിലപ്പോ അഭിഷേകിന്റെ ഒരു തമിഴ് മൂവി അല്ലേ ഇനി റിലീസ് ആകാനുള്ളത്? മലയാളം ഉണ്ട്. പറയാൻ പറ്റുന്ന സ്റ്റേജിലാണോ അതോ
തമിഴ് ഒരു ഫസ്റ്റ് ഷെഡ്യൂള് കഴിഞ്ഞു. ഓക്കെ. ഞാൻ സമുദ്രക്കനി, ഓ പിന്നെ കിഷോർ, അങ്ങനെ ഉള്ളൊരു പരിപാടിയാണ് തമിഴില്. ഓക്കെ. മലയാളത്തിൽ ഇറ്റ്സ് എൻറ്റയർലി ഒരു പുതിയ പരിപാടിയാണ്. ഓക്കെ. ആ ജോണറെ പുതിയൊരു പരിപാടിയാണ്. പുതിയ പരിപാടിയാണ്. ഓക്കെ. ഡയറക്ഷൻ സൈഡ് മലയാളത്തിൽ നിന്നല്ല, കുറച്ച് വേറെ നാട്ടിൽ നിന്നാണ്. ഓ അല്ല അങ്ങനെയല്ല, സൗത്ത് ഇന്ത്യയാണ്, ബട്ട് നോട്ട് ഫ്രം മലയാളം. മലയാളം. ആൻഡ് ഓക്കെ. ക്രൂ ഓൾസോ ഭയങ്കര ഒരു അതിന്റെ മേക്കിംഗ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ. വളരെ ഒരു ക്യാരക്ടർ റോളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് അതിന്റെ മൊത്തം സിനിമ സ്റ്റോറി പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ. കൈൻഡ് ഓഫ് ഒരു ഡാർക്ക് കോമഡി ഹ്യൂമർ അങ്ങനത്തെ ഒരു നമുക്ക് കിട്ടില്ലേ ഒരു പരിപാടി. ഓക്കെ. അങ്ങനത്തെ ഒരു സാധനമാണ്. ഓക്കെ. ഫൈനലി ഇപ്പൊ കുക്കു ഇനിയിപ്പോ മാജിക് മെഷീൻ നാളെ റിലീസ് ആകുമ്പോഴാണ്. ഇപ്പം ഒരു ആക്ടർ എന്ന ലേബലിലേക്ക് ഓൾറെഡി എത്തി, നാളെ ഒന്നും കൂടെ കുറച്ചും കൂടെ രജിസ്റ്റർ ആകുമ്പോഴാണ്. പിന്നെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കോ ആക്ടർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ റീൽ അങ്ങനെയല്ല, ഞാൻ കുക്കുവിനോട് ചോദിച്ചു. അല്ല അത് അഭിഷേകേട്ടനാണ് നിക്കട്ടെ. അതെന്താ അഭിഷേകേട്ടൻ അവിടെ അതല്ല, അത് ഓൾറെഡി നിങ്ങളുടെ പേര് ഇപ്പൊ അറിയാലോ. ഓൺ സ്ക്രീൻ അഭിനയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് മൊത്തത്തിൽ. നിങ്ങൾക്ക് ഓൺ സ്ക്രീൻ റൊമാൻസ് അഭിനയിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. റൊമാൻസ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഒരു ഈ ആക്ടറിന്റെ ഒപ്പം അഭിനയിച്ചാൽ അങ്ങനെ നമ്മുടെ ഇപ്പൊ മലയാളത്തിലെ കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ. അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഇനി നടപടിയാവില്ല. അതാരാ? എനിക്കല്ല, വിജയ് സാറാണോ? വിജയ് സാറാണോ? അല്ല, എനിക്ക് വിജയ് സാറോട് ചെയ്യണമെന്ന്. കാരണം നമ്മള് ചെറുപ്പം മുതലേ സാർ ഡാൻസ് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും കണ്ട് വളർന്നിട്ടുണ്ട്. അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡാൻസിനാണെന്നുണ്ടെങ്കിലും. പക്ഷെ ജസ്റ്റ് മിസ് ആയിട്ടുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല, ചിലപ്പോ നമ്മളെ പോലെയൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നോണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളെ പോലെ ഇവിടെ പോലെ ആഗ്രഹിക്കുന്നതൊക്കെ. ഇതെവിടെന്ന് വന്നു അങ്ങനെയല്ല. ലൈക് മോഹൻലാൽ സാറിലൂടെ, മമ്മൂക്ക, മോഹൻലാൽ സാറ് അതൊക്കെ മാറ്റി വെച്ചിട്ട് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ നസ്ലിൻ ഉണ്ട്, സന്ദീപ് ഉണ്ട്, ഇപ്പൊ ആരുണ്ട്, അഭിഷേക് ഉണ്ട്. റൊമാൻസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനത്തെ കുറച്ച് ജോണർ പിടിക്കാം. അതെ, അങ്ങനത്തെ ജോണർ വന്ന അഭിഷേകേട്ടൻ ഫസ്റ്റ്. അതെ, ഇപ്പൊ റൊമാൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആര്? എനിക്ക് സീരിയസ്ലി ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഇപ്പൊ ഞാൻ അങ്ങനെ, അപ്പൊ ഞാനും ചിന്തിക്കുന്ന ഓപ്പോസിറ്റിലെ ക്യാരക്ടറിന് അങ്ങനെ ഞാൻ ആലോചിക്കുന്നു. യങ്സ്റ്റേഴ്സ് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിന്റെ പേരെന്താ? എന്തേലൊക്കെ പറയണം. എനിക്ക് സന്ദീപിന്റെ വർക്ക് റീസെന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പറഞ്ഞാ പോരായിരുന്നു, ഇത്രയും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ചോദ്യത്തിന്റെ ടൈപ്പ് മാറിയപ്പോഴാണ് ഞാൻ അത് നിർത്തിയത്. ഓക്കെ ഓക്കെ. അല്ല, അഭിഷേകിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു കോ ആക്ടർ ആയിട്ട് കിട്ടിയ, അപ്പാർട്ട് ഫ്രം കുക്കു അല്ലാണ്ട് മലയാളത്തില്? കല്ലൂന്നിപ്പോ കല്ലു ഓൾവേസ് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഞങ്ങള് റീസെന്റ് ഒരു ഷൂട്ട് കഴിഞ്ഞ സമയത്തും ഞാനും അവളും ഫസ്റ്റ് ഒരു സാധനം റീക്രിയേറ്റ് ആയി. ഞാനും അവള് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു ആസക്കൂടെ വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഷീ ഈസ് വിയറിംഗ് സം റെഡ്, അതിങ്ങനെ ഒരു സെയിം പാറ്റേൺ, ഞാനൊരു ബ്ലാക്ക് ഫോർമൽസും. ആ വീഡിയോ അത്യാവശ്യം നല്ലോണം കേറിപ്പോയായിരുന്നു. കൈൻഡ് ഓഫ് സെയിം കോസ്റ്റ്യൂമില് കല്ലൂന്റെ. അയ്യോ, ഇതൊക്കെ എന്താ അവസ്ഥ എന്ന് അറിയില്ല, കാരണം അവളുടെ മൂവി ഇപ്പോ റിലീസിന്റെ ഒന്നും ഡേറ്റ് ഒന്നും ഫിക്സ് ആകാത്തോണ്ട് ഞാൻ പറയാം, അത് നിങ്ങൾ നോക്കി ഇട്ടാ മതി. സെയിം റീക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇടും. അയ്യോ പണി തരല്ലേ കേട്ടോ. അവൾ എന്നെ പറ്റുന്നതാണോ? എന്തായാലും ഒരു പ്രൊമോ ഷൂട്ട് എടുത്തിട്ടുണ്ട്, അതെന്തായാലും റിലീസ് ആവും. അതൊക്കെ വന്നതിന് ശേഷം അത്രേ ഉള്ളൂ. അപ്പോ ഞങ്ങൾ രണ്ടുപേരും നോക്കുമ്പോഴേ ഇങ്ങനെ ഷോർട്ട് ആക്കിയാൽ മതി. ഞങ്ങൾ പണ്ടൊരു റീൽ എടുത്തു, ആ സെയിം പാറ്റേണിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സെയിം കൈൻഡ് ഓഫ് സാധനം ഞങ്ങള് കുറച്ചും കൂടെ ലെവൽ അപ്പ് ചെയ്തിട്ട് ചെയ്തപ്പോ ഞാനും കല്ലു, എടാ അന്ന് ഒരു ചോപ്പ് ഡ്രസ്സിൽ തുടങ്ങിയ പരിപാടിയാ ഇന്ന് വന്ന് നിൽക്കുന്ന ആ ഒരു സാധനം കിട്ടിയായിരുന്നു. അതൊരു നല്ലൊരു ഉണ്ടായിരുന്നു. അല്ലാതെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് പുള്ളിക്കാരിയുടെ പേരറിയില്ല. പക്ഷെ എനിക്ക് തമിഴില് ആ ബേബി ഗേൾ ആ മൂവി ഇല്ലേ,
എനിക്ക് ബേബി ഗേൾ അല്ല, ബാഡ് ഗേൾ. ഭയങ്കര വീക്കാണ് ഈ പേരില്. അതിത്തെ പുള്ളിക്കാരായിട്ട് ലീഡ് ക്യാരക്ടർ ചെയ്തൊരു പുള്ളിക്കാരത്തിന് എനിക്ക് ഭയങ്കര വർക്ക് എനിക്ക് ഭയങ്കര വർക്കായി. നല്ല ആ സാധനം ആ പുള്ളിക്കാരുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര വർക്കായി. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊപ്പം ഭയങ്കര പിന്നെ ഊർവശി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും പറഞ്ഞല്ലോ. ന്യൂ പരിപാടിയിൽ എനിക്ക് ആ പുള്ളിക്കാരി മലയാളത്തിൽ ഒരു യങ് ജനറേഷൻ വെച്ച് നോക്കുമ്പോ അവരൊക്കെ ലെജൻഡായ ആക്ടിങ് അല്ലേ? ഉർവശി മാം ആയിക്കോട്ടെ. എന്റെ മൈൻഡിൽ ഇപ്പൊ മലയാളത്തിൽ അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അവർ ആരെന്നെ വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം അവർ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഞാൻ എസ്റ്റാബ്ലിഷ് ആവുന്നതിൽ എനിക്കൊരു ഞാൻ അതിന് ഇങ്ങനെ എന്തിനാ ആലോചിക്കുന്നത്? ആരായാലും കുഴപ്പമില്ല. രക്ഷപ്പെട്ടു. പക്ഷെ കുക്കുവിനെ കൊണ്ട് ഞാൻ പേര് പറയിപ്പിച്ചു. ഞാൻ പേര് പറഞ്ഞു, പക്ഷെ ആ പുള്ളിക്കാരുടെ പേര് പറഞ്ഞത് മോശം. ഇനിയിപ്പോ നാളെയൊക്കെ ചോദിക്കുമ്പോ കുക്കു എന്നൊക്കെ പറയണം ഇനി അല്ലേ? എനിക്ക് വയ്യാന്നൊക്കെ. ഇതുപോലെ അഞ്ജലി വേറെ ഇന്റർവ്യൂസ് ശിവരാമൻ. അഞ്ജലി ശിവരാമൻ. ഓക്കെ. ഇതുപോലെ വേറെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോ ഓപ്ഷനിൽ അക്ഷയ് ഉദയകുമാറൊക്കെ വെക്കാം. ഓക്കെ ഉറപ്പായിട്ടും. അക്ഷയ് ഉദയകുമാറും അക്ഷയ വേണ്ട, ഇനിയിപ്പോ അവര് പറഞ്ഞില്ലേ അതാരാ അതൊക്കെ ഇല്ല. അറിയും എന്തായാലും. നാളെ സെറ്റാണ് കുക്കു. അച്ഛനമ്മയൊക്കെ വരുമോ? ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്? ഓ, ഓൺ ദ വേ ആണോ? നാളെ കുക്കുവിന്റെ ദിവസമാണ് അല്ലേ? മറ്റേ ഞങ്ങളൊരു റീൽ എടുത്തപ്പോ പേപ്പർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ആ തളപതി കച്ചേരി ഞാനും കല്ലും കുക്കും കൂടെ എടുത്തതിൽ കുറച്ച് പേപ്പർ ബാക്കിയുണ്ടായിരുന്നു. അത് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റേ കുക്കുവിന്റെ ഫസ്റ്റ് സീൻ കാണിക്കുമ്പോ ആ ഐഡിയയും പോയി. ഇനിയിപ്പൊ കുറച്ചു പേരെങ്കിലും വിചാരിക്കും അത് അക്ഷയുടെ ഫാൻസ് ആണ്. ഇപ്പൊ അതും പോയി. നീയാണെന്ന് മനസ്സിലായല്ലോ. അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നാളെ അടിപൊളി ആവട്ടെ. അപ്പൊ ഇനിയുള്ള നിങ്ങളുടെ രണ്ടുപേരെ അല്ലെ, ഈ ബ്രദർ സിസ്റ്ററിന്റെ ഈ ഒരു സ്നേഹവും ബോണ്ടിങ് ആണല്ലോ നിങ്ങൾ ഇത്രത്തോളം. നിങ്ങളുടെ ഒരു എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സപ്പോർട്ടാണ്. അത് ഒരുപാട് പേര് ഈ കാലത്ത് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരും ഒരു സപ്പോർട്ട് അല്ലെ, ബ്രദറിന്റെ ഒക്കെ അല്ലേ, നമുക്ക് കൂടെ കൊണ്ടു നടക്കുക. അല്ലെങ്കിൽ കൂടെ എന്തിനാ ചേട്ടാ ഒന്ന് വരാമോ എന്ന് വിളിച്ചാ വരാൻ പറ്റുന്ന ഒരു ബ്രദറും കുഴിയിൽ പോയി ചാടുന്ന നല്ല അതെ കൈ നല്ല അടിപൊളി സിസ്റ്ററും. അപ്പൊ നാളെ മാജിക് മഷ്റൂം ഒക്കെ റിലീസാണ്. അപ്പൊ നാളെ ഞങ്ങൾ എല്ലാരും ഫസ്റ്റ് ഡേ ഉണ്ടാവില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും കണ്ടിട്ട് പിന്നെ ഇതിപ്പോ ആ സമയത്ത് തിയേറ്റേഴ്സിൽ പോകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് ചിരിച്ചിട്ട് വരാനുള്ള ഒരു പടമായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാരും പോയി കാണുന്നതായിരിക്കും അല്ലെ? എല്ലാരും പോയി കാണും. അത് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഇത് ഞാൻ തരുന്ന പേഴ്സണലി പറയുന്നുള്ളൂ. അത് പോരാ. അപ്പൊ അതെ, ഞാൻ പേഴ്സണലി കുക്കുന് മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ 2026 ഒരുപാട് നല്ല വർഷമാകട്ടെ. എല്ലാം ആഗ്രഹിച്ച എല്ലാം ചെയ്യാൻ പറ്റട്ടെ അക്ഷയ്ക്ക് അഭിഷേകിനും. എനിക്ക് നിങ്ങളെ പോലെയുള്ള നല്ല നല്ല ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാനുള്ളതും പിന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാം ഇവിടുന്ന്. നമ്മളെ രണ്ടുപേരും പടങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വിൽ ഡു ദിസ് ഇന്റർവ്യൂ അഗൈൻ. എനിക്ക് പേളിമാണിനെ പോലെ അതുപോലെ നമുക്കൊരു സ്റ്റുഡിയോ എടുക്കുന്നു. നമ്മള് ഞാൻ കെന്നാ ഷോ ഷോ എടുക്കുന്നു. പിന്നെ അറേബ്യൻ ഗോൾഡ് പോലെ നമുക്ക് വേറെ എന്തെങ്കിലും പിടിക്കുന്നു. അറേബ്യൻ ഗോൾഡ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഗോൾഡ് ആണെങ്കിലും പുതിയത് ഇറക്കുന്നു. അപ്പൊ എന്നെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞ് സ്ലോമോയിൽ ഇങ്ങനെ ഇതൊക്കെ എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുക്ക് ഇങ്ങനെ വരുമ്പോ അക്ഷയ് ഉദയകുമാർ വൈബ്രന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി. എന്റെ എത്ര പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് നടത്തി അതെ ഇങ്ങനെയൊക്കെ. എന്നിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരുന്നു, ഹാമ്പർ തരുന്നു. എന്റെ ഇവിടെ ഐപാഡൊക്കെ ഇങ്ങനെ ഞാൻ വെച്ചു. ആ സമയത്ത് നമുക്കൊരു അവാർഡൊക്കെ ഡിസ്കസ് ചെയ്യാം അല്ലേ? അതെ, അങ്ങനെയൊക്കെ ആവട്ടെ. ദൈവം ഇപ്പൊ ആ പ്രേക്ഷകര് ചില്ലറ ആഗ്രഹമൊന്നും അല്ല. ഇവിടുത്തെ നിങ്ങൾ ഏറി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ നമുക്ക് 3 പേർക്കും ഏറിപ്പോ. അപ്പൊ എന്തായാലും അടിപൊളി ആവട്ടെ. അപ്പൊ ഇനി തകർക്കുക. ഓക്കെ, അപ്പൊ നാളെ സെറ്റ് ആവട്ടെ. അപ്പൊ നാളെ കുക്കുവിന്റെയും
അല്ല ബ്രദറിന്റെ എന്റെ ആണ് അവളുടെ ഡേ സെറ്റ് ആണ്. അതെ സെറ്റ് ആണ്. ബ്രദർ സന്തോഷിക്കൂല, അതുകൊണ്ടാണ്. അതെ സെറ്റ് ആണ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ടാറ്റാ. താങ്ക് യു. ബൈ ബൈ. താങ്ക് യു.